നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം VS മുരായിരുന്നത്. നമ്മൾ ഓരോ വ്യക്തികളുടെയും മനസ്സിലുള്ള ഒരു സംശയമാണ്, ഓരോ ദിവസം ഏതൊക്കെ കളറാണ് ധരിക്കേണ്ടത്. ആഴ്ചയിൽ 7 ദിവസമുണ്ട്, ഞായർ മുതൽ ശനി വരെ. ഈ ദിവസങ്ങളിൽ നമ്മൾ ഏത് കളർ ധരിക്കണം എന്ന് എല്ലാവർക്കും സംശയമുണ്ട്. പലരും അത് ചോദിക്കാറുണ്ട്, നമ്മൾ മറുപടി പറഞ്ഞു കൊടുക്കാറുണ്ട്. അവിടെ ജാതിക്കോ മതത്തിനോ ഒന്നും പ്രാധാന്യമില്ല കളറുകൾ ധരിക്കുന്നതിന്. ഞായറാഴ്ച ദിവസം ആദ്യത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ദിവസം. അന്നേ ദിവസം നവഗ്രഹ ക്ഷേത്ര ദർശനം ചെയ്യുന്നതും നവഗ്രഹ ക്ഷേത്രത്തിൽ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ സമർപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമായ ഒരു അനുഭവത്തെ നമുക്ക് തരും. അതോടൊപ്പം ഞായറാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം, അതായത് മഞ്ഞ മാത്രം ഉള്ള വസ്ത്രം, അതിനകത്ത് ലൈനോ മറ്റു കാര്യങ്ങളോ ഒന്നും പാടില്ല, മഞ്ഞ കലർന്ന വസ്ത്രം ധരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അതുകൊണ്ടുള്ള ഗുണഗണങ്ങൾ, പലവിധമായ ചർച്ചകളിൽ തീരാത്ത പലതരത്തിലുള്ള ദുരിതങ്ങൾ ഇപ്രകാരം ചെയ്യുന്നത് കൊണ്ട് മാറ്റം ഉണ്ടാക്കിത്തരും. അതുകൊണ്ട് കഴിവതും മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് മധ്യസ്ഥ ചർച്ചകൾക്ക് പോയാൽ അത് ഫലം ചെയ്യുന്നതായിരിക്കും. നവഗ്രഹ സാന്നിധ്യം കൂടെ നമ്മൾ അതിൽ കാണേണ്ടതുണ്ട്. തിങ്കളാഴ്ച ദിവസം ചന്ദ്രന് ഏറെയും പ്രാധാന്യമുള്ള ദിവസമാണ്. ആ തിങ്കളാഴ്ച ദിവസം വെള്ള നിറത്തിലുള്ള പൂക്കൾ നവഗ്രഹ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും ചന്ദ്രന് പ്രത്യേക പ്രാർത്ഥന നടത്തുന്നതും വെള്ള വസ്ത്രം ധരിക്കുന്നതും ഉത്തമമായ ഒരു ഫലത്തെ നമ്മൾക്ക് തരും. ജോലി സംബന്ധമായ ചില ചർച്ചകൾ, അതോടൊപ്പം മേലുദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള ചില പോരായ്മകൾ, നമുക്ക് മുടങ്ങിക്കിടക്കുന്ന ചില പേപ്പർ വർക്കുകൾ മുമ്പോട്ട് പോകാനൊക്കെ ഉത്തമമായ ഒരു പരിഹാരമായി തിങ്കളാഴ്ച ദിവസം ചന്ദ്രന് വഴിപാട് നടത്തുന്നതും വെള്ള പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുന്നതും വെള്ള വസ്ത്രം ധരിക്കുന്നതും അനുകൂല ഫലത്തെ തരുന്ന ഒന്നാണ്. ചൊവ്വാഴ്ച ദിവസം മുരുകന് ഏറെയും പ്രാധാന്യവും ചൊവ്വയ്ക്ക് അനുകൂലമായി മുരുകൻ നിൽക്കുന്ന ഒരു ദിവസവും ആണ് ചൊവ്വാഴ്ച ദിവസം. അന്നേ ദിവസം ചുവപ്പ്, ഓറഞ്ച് ഈ കളറിലുള്ള പൂക്കൾ മുരുകന് സമർപ്പിക്കുന്നതും എന്തെങ്കിലും ഫലമൂലാദികൾ സമർപ്പിച്ച് നിവേദ്യം നടത്തുന്നതും ചുവപ്പ്, ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും നമ്മൾക്ക് അനുകൂലമായ ഒരവസ്ഥയെ തരും. ചില ചിട്ടികൾ നമ്മൾക്ക് അടിക്കാതെ പോകുന്ന ഒരവസ്ഥ, അപ്പം അല്ലെങ്കിൽ ലേലത്തിന് പോകുന്ന ഒരു സമ്പ്രദായം, ഇതൊക്കെ ഉള്ളപ്പം ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കുകയും ഈ വഴിപാട് നടത്തുകയും ചെയ്താൽ ആ ചിട്ടികളായാലും നമുക്ക് വരേണ്ട ധനമായാലും ഒക്കെ അനുകൂലമായ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു അനുഭവം നമ്മൾക്കുണ്ടാവും. അടുത്തത് ബുധനാഴ്ച ദിവസം വഴിപാടുകൾ നടത്തുന്നതും ഗണപതിക്ക് പ്രത്യേക പച്ച നിറത്തിലുള്ള പട്ടുകൾ നമ്മൾ കൊണ്ടുപോയി സമർപ്പിക്കുന്നതും പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും ഏറ്റവും അനുകൂലമായ ചില ഘടകങ്ങളെ നമുക്ക് തരും. വ്യാവസായിക അഭിവൃദ്ധി, ക്ഷയം, മാനസികമായ ചില ദുരിതസ്ഥാനങ്ങൾ ഒക്കെയുള്ളവർ ഇപ്രകാരം ചെയ്താൽ വളരെയേറെ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടാവും. വ്യാഴാഴ്ച ദിവസം ഗുരുവിന് ഏറെ പ്രാധാന്യം ഉള്ള ദിവസമാണ്. വ്യാഴാഴ്ച ദിവസം നവഗ്രഹ ക്ഷേത്രത്തിൽ ഗുരുവിന് കദളിപ്പഴം സമർപ്പിക്കുകയും അതോടൊപ്പം വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം നടത്തുകയും മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുകയും ചെയ്താൽ ഏറ്റവും ഉത്തമമായ ഫലത്തെ തരും. നമ്മൾക്കുള്ള വാഹനം ശരിക്കും എന്നും ഒരു വർക്ക്ഷോപ്പിലേക്ക് പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ വാഹന സംബന്ധമായ ചില ദോഷദുരിതങ്ങൾ വരുന്നവർ ഒക്കെ ഇപ്രകാരം ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ വാഹന സംബന്ധമായ ഒട്ടേറെ മാറ്റങ്ങൾ നമുക്ക് അനുഭവത്തിൽ വരും. അത് ചിന്തിച്ചറിഞ്ഞ് നമ്മൾ ചെയ്തു കൊള്ളുക. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രമാണ് ഏറ്റവും ഉത്തമം. വെള്ളിയാഴ്ച ദിവസം ഭഗവതിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം ശുക്രന് പ്രത്യേക പൂജകൾ
നടത്തിക്കുകയും നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഏറ്റവും ഉത്തമമാണ്. അന്ന് നമുക്ക് 3 നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാം: മഞ്ഞ, ചുവപ്പ്, പച്ച. അവനവൻ്റെ ഇഷ്ടാനുസരണം മഞ്ഞയോ ചുവപ്പോ പച്ചയോ നമുക്ക് ധരിക്കാവുന്നതാണ്. അടുത്തത് ശനിയാഴ്ച. ശനിക്ക് ഏറെയും പ്രാധാന്യമുള്ള ദിവസമാണ്. നവഗ്രഹ ക്ഷേത്ര ദർശനം നമ്മളാൽ കഴിയും വിധം ഏതെങ്കിലും തരത്തിലുള്ള വഴിപാടുകൾ നവഗ്രഹ ക്ഷേത്രത്തിൽ നടത്തുന്നതും പ്രഭാ പുഷ്കല സത്യകൻ എന്ന മകനോടൊപ്പം ഇരിക്കുന്ന ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുന്നതും കറുപ്പ്, കടും നീലക്കളർ ഇത്യാദി വസ്ത്രങ്ങൾ ധരിക്കുന്നതും എന്തെങ്കിലും ദാനധർമാദികൾ കൊടുക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. ഇതൊക്കെയും നമുക്ക് ചില ശുഭഫലങ്ങൾ തരുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മൾ ഒന്ന് പരീക്ഷിച്ചു നോക്കുക, ഉത്തമമായ ഫലങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അവിടെ ജാതിയോ മതമോ ഒന്നും വേണ്ട, വിശ്വാസത്തിനും പ്രാധാന്യം വേണം എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ അമ്പലത്തിലൊന്നും പോയില്ലെങ്കിലും നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ നടത്താൻ പറ്റിയില്ലെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് ക്ഷേത്ര ദർശനം പറ്റില്ല എന്നുള്ളവരും ഈ കളർ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അതിനനുസൃതമായ ഗുണഫലങ്ങൾ നിങ്ങൾക്കുണ്ടാവും. ഇത് ഉത്തമമായ ഫലത്തെ നമ്മുടെ ജീവിതത്തിൽ തരുകയും ചെയ്യും. നന്ദി, നമസ്കാരം.